ഓ ഗൈസ്, വെൽക്കം ബാക്ക് ടു നിധീസ് വ്ലോഗ്സ്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണം കേട്ടോ. അപ്പോൾ നിധീസ് വ്ലോഗ്സിൽ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് നല്ലൊരു കിഡിലോസ്കി നമ്മുടെ ഒരു ഫേസ് മാസ്കുമായിട്ടാണ് കേട്ടോ. ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്കൊരു ഗ്ലോ വേണം, നിങ്ങളുടെ ഫേസ് ഭയങ്കര ഡള്ളായിട്ടിരിക്കുകയാണ്, ടാൻ അടിച്ചിരിക്കുകയാണ്, ഒന്ന് പുറത്ത് പോകണം, ഒരു ഫംഗ്ഷന് പോകണം, അപ്പം നിങ്ങളുടെ ഫേസിൽ നിങ്ങൾക്ക് നന്നായിട്ടൊരു ഗ്ലോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് മാസ്കുമായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ ആണെങ്കിൽ കൂടി നിങ്ങൾ റെഗുലറായിട്ട് ഇത് ഒരു വീക്കിലി 3 times ഒക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് നിങ്ങളുടെ ഫേസിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഇപ്പം നമ്മൾ ഫേസ് മാസ്ക് ഇട്ടതിന് ശേഷമുള്ള എൻ്റെ സ്കിൻ ബ്രൈറ്റ് ആയിട്ടുള്ള സംഭവമാണ് ഈ നമ്മൾ കാണിക്കുന്നത്. എനിക്ക് അത്യാവശ്യം നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഗ്ലോ കണ്ടിന്യൂസ് ആയിട്ട് നിർത്തണമെങ്കിൽ നിങ്ങളിത് വീക്കിലി 3 times ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതെങ്ങനെ പാക്ക് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് വെച്ചാൽ, ഒരു പീസ് പൊട്ടാറ്റോ, ഉരുളക്കിഴങ്ങ്, കടലമാവ്, പിന്നെ തക്കാളി, ഈ മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായി ഗ്രൈൻഡ് ചെയ്ത് നമ്മുടെ മുഖത്തിട്ട് കഴിഞ്ഞാൽ ഒലിച്ചു പോവാത്തൊരു കൺസിസ്റ്റൻസിയിലാക്കി മാറ്റണം കേട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് തേനും കൂടി ആഡ് ചെയ്തിട്ട് വേണം നമ്മളിത് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ. നന്നായി അരച്ച് മിക്സ് ചെയ്തിട്ടുള്ള ഒരു പേസ്റ്റാണ് നമുക്ക് വേണ്ടത്. ആ പേസ്റ്റ് അങ്ങനെ നമ്മൾ ക്ലീൻ ആയിട്ടുള്ള നമ്മുടെ ഫേസ് നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം, അതായത് ക്ലെൻസ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസിൽ എന്തെങ്കിലും ഹെയർസുകൾ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുകയോ, അങ്ങനെ തണുത്ത വെള്ളത്തിലൊക്കെ കഴുകി നിങ്ങളുടെ ഫേസ് നല്ല ക്ലീൻ ആക്കിയിട്ട് വേണം ഈ ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യാൻ. അല്ലാത്ത പക്ഷം നമ്മൾ ഇങ്ങനെ ഡേർട്സുകളൊക്കെ അടിഞ്ഞിരുന്ന് നിങ്ങൾ വീണ്ടും ഒരു മാസ്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസിൻ്റെ ഉള്ളിൽ നിന്ന്, സ്കിന്നിൻ്റെ ഉള്ളിൽ നിന്ന് കുരുക്കൾ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഏത് പാക്ക് ഇടുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫേസ് നന്നായി ക്ലീൻ ചെയ്തിട്ട് മാത്രമേ നമ്മൾ പാക്കുകൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു പാക്ക് ഉണ്ടാക്കി നമ്മൾ ഫേസിലും കയ്യിലും കഴുത്തിലും നമ്മൾ കണ്ണിൻ്റെ ഡാർക്ക് സർക്കിൾസ് ഉള്ള ഭാഗത്തൊക്കെ നന്നായി അപ്ലൈ ചെയ്ത് ഒരു 10-20 മിനിറ്റോളം വെച്ചിരിക്കുക കേട്ടോ. 20 മിനിറ്റിൻ്റെ കൂടുതൽ അപ്പുറത്ത് ഡ്രൈ ചെയ്യാൻ ഒരിക്കലും നമ്മൾ നമ്മുടെ സ്കിന്നിന് വിട്ടുകൊടുക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് കൂടുതലായിട്ട് ഡ്രൈ ആകുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഭയങ്കര ഡ്രൈനെസ് ഫീൽ ചെയ്യും. ഡ്രൈനെസ് ഫീൽ ചെയ്യും നമ്മുടെ ഫേസിൽ, സ്കിന്നിന് അത് ഭയങ്കരമായിട്ട് വലിക്കും എന്നുവെച്ചാൽ നമ്മുടെ സ്കിന്നിങ്ങനെ വലിഞ്ഞു മുറുകുന്ന തരത്തിലാവും. അപ്പം നമ്മൾ മോയ്സ്ചറൈസർ ഇട്ടിട്ടൊന്നും നമുക്ക് ഒരു പക്ഷെ അതിൻ്റെ ഇത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പം എന്താ വേണ്ടതെന്ന് വെച്ചാൽ, അത്യാവശ്യം ഒരു 10-20 മിനിറ്റ് വെച്ചതിന് ശേഷം, ഡ്രൈ ആയതിനു ശേഷം ക്ലീനാക്കി നിങ്ങളൊരു ടിഷ്യൂ പേപ്പർ വെച്ച് നല്ല തണുത്ത വെള്ളത്തിൽ അത് തുടച്ചെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് അപ്പം തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്ലോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. എൻ്റെ ഫേസ് നന്നായി ബ്രൈറ്റൻ അപ്പ് ആയിട്ടുണ്ടായിരുന്നു. നമുക്കൊരു ഫംഗ്ഷൻ വരുന്നുണ്ട്, ആ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള മാസ്കാണ്. ഞാൻ പണ്ടും ഈ മാസ്കുകൾ ഉപയോഗിക്കായിരുന്നു കേട്ടോ. നമ്മുടെ സ്കിന്നിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു മാസ്കും കൂടിയാണിത്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റംസുകൾ വെച്ച് മാത്രമേ ഇത് ചെയ്തിട്ടുള്ളൂ. നമ്മുടെ സ്കിന്നിന് യാതൊരു ഇറിറ്റേഷനോ പ്രശ്നങ്ങളോ വരാനായിട്ടുള്ള ഒരു ചാൻസസുകളും ഇല്ല. പിന്നെ ടൊമാറ്റോ ആണെന്നുണ്ടെങ്കിലും പൊട്ടാറ്റോ ആണെന്നുണ്ടെങ്കിലും കടലമാവ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഫേസിനെ ബ്രൈറ്റൻ ആക്കുന്ന നല്ല 2-3 നാച്ചുറൽ സംഭവങ്ങളാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നല്ല ക്ലീൻ ആക്കി വെച്ചതിന് ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക കേട്ടോ. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് നിർബന്ധമാണ്. നമുക്കൊരു മൈൽഡ് ആയിട്ടുള്ള ഒരു മസാജ് കൊടുക്കുക. അപ്പോഴാണ് നമ്മുടെ സ്കിന്നിൽ ഇട്ടിട്ടുള്ള സാധനങ്ങൾ നല്ലോണം സ്കിന്ന് ഒബ്സർവ് ചെയ്തെടുക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മോയ്സ്ചറൈസർ ഇട്ട് അത്യാവശ്യം മൈൽഡ് ആയിട്ടുള്ള ഒരു മസാജ് കൊടുത്തിട്ട് സെറ്റായി കാമായിട്ട് ഇരിക്കുക കേട്ടോ. നമ്മുടെ സ്കിന്നിനെ നല്ലോണം നമ്മൾ മോയ്സ്ചറൈസ് ചെയ്തു. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ കിട്ടും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വീക്കിലി 3 times ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.